ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു 1.25 വർഷം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാതെ വെച്ചതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു കേട്ടോ. നിർബന്ധം എന്ന് പറയണേക്കാട്ടും നല്ലത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് പറയണതാവും. കാരണം അത്രക്കും എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ കൂടി ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണത് എന്നുള്ളത് ആദ്യം പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 10K ഫോളോവേഴ്സ് ആയ ടൈമിൽ ഒരു കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രൈഡൽ മേക്കപ്പിൻ്റെ. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയൊരു ഡേ ഫിക്സ് ചെയ്തിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയുന്ന ആൾ തന്നെയായിരുന്നു. അപ്പോൾ നാത്തൂനും അളിയനും മക്കളും കൂടി എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഒരു പോയിട്ട് എൻ്റെ കൂടെ പോരുന്നത് എൻ്റെ കസിനാണ്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ബസ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ, കുറച്ച് ലോങ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കേട്ടോ പോണത്. മന്തി മേടിച്ചരാന്ന് പറഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിലും പോരുന്ന ഒരാളാണ് കേട്ടോ ഗൈസ് എൻ്റെ ഈ കസിന്. ഓൾക്ക് പിന്നെ മന്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അവൾ അതിനും വേണ്ടിയിട്ട് ചാവും ഗൈസ്. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മന്തി. ഞാൻ ഈ മന്തി ലവേഴ്സ് എന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷേ ഇത്രക്കും മന്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഓൾക്ക് മന്തി. അങ്ങനെ മന്തി മേടിച്ചരാന്ന് പറഞ്ഞ ഓളെയും കൂടെ കൂട്ടി ഞങ്ങൾ പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ എത്താറായിട്ടുണ്ട്. കുറച്ച് ഉള്ളോട്ടേക്ക് നടക്കാണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യണത് നമ്മളെ ഹെയറും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഹെയർ പിന്നെ വലിയ തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് അത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയറൊക്കെ സ്ട്രൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോണ്ടല്ലോ നമുക്ക് ഉറക്കം വരുമല്ലോ ഗൈസ്. അങ്ങനെ ഉണ്ട് ഞാനിപ്പോൾ ഇരിക്കണ ഇരുത്തം. അതൊക്കെ എൻ്റെ കണ്ണുക്ക് നോക്കി അറിയുണ്ടാവും. അത്രയ്ക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. നല്ലോണം ക്ഷമ വേണം അതിന്. നല്ല ടൈം എടുത്തിട്ട് നല്ല വൃത്തിക്കാണ് കേട്ടോ ഒരു മേക്കപ്പൊക്കെ ചെയ്യണത്, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇവരെ സമ്മതിക്കണം ഗൈസ്. ഞാൻ അത്രയും ടൈം ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടിയിലാണ് ഗൈസ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വഴിത്തിരിവ് എന്ന് പറയണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു മൊമെൻറ്റ് സംഭവിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ചെന്ന ടൈമിൽ പോലും ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് മേക്കപ്പ് ഓൾമോസ്റ്റ് തീരാറായ ടൈമിൽ എനിക്ക് കണ്ണിലൊക്കെ ഇരുട്ട് കയറൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ, എന്തോ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ഈ ഒന്ന് റെസ്റ്റ് എടുത്തോ, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളെ വീട്ടുകാരെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ, നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടിച്ച പൈനാപ്പിൾ ജ്യൂസ് മാത്രമാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൽക്കാകെ ടെൻഷനായിട്ട് പ്രഗ്നൻ്റ് ആണോ, പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചും ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അതൊന്നും ആവില്ല, ഞാൻ രാവിലെ വല്ലാണ്ട് ഫുഡ് കഴിക്കാണ്ടാണ് പോകുന്നത്, അതാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇനി ചിലപ്പം വെയിലുണ്ടിട്ടോ അങ്ങനെയൊക്കെ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് ഡൗട്ടായിട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പെട്ടെന്ന് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും. കാരണം വേറെ ഒന്നല്ല, ഒരു പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു കേട്ടോ. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഗൈസ് അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ ഞാൻ അന്നേ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് വന്ന് ആദ്യം ചെയ്തത് പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ ഗൈസ്. അതിൽ പോസിറ്റീവ് കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അവിടെ നിന്ന് കണ്ട് ഞാൻ റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അത് ആ ഒരു ഡേ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അത്രയും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഓക്ക് മന്തി മേടിച്ചു കൊടുക്കാതെ പോന്നിട്ടില്ല, ഓക്ക് മന്തി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മന്തി കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. ഈ ഒരു ഈവനിങ് ഒക്കെ ആയ ടൈം ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ കൂടിക്കോളി ഗൈസ്. നല്ല അടിപൊളി വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും.